ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജന സർവീസിന് വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത്. അത് ജന സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക, അതുപോലെ ബ്രേക്ക് രണ്ട് ചെക്ക് ചെയ്യുക, അതിനായി സൈലൻസറിൻ്റെ മേലത്തെ ഗാർഡ് മാറ്റുക. ഇതൊക്കെയാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, വെയിറ്റ്, ബോസ് ഡ്രൈവ് നിലയിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ ഉണ്ടായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ബെൽറ്റായാലും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. ബെൽറ്റ് നല്ല ബെൽറ്റാണ്, ഹോണ്ടയുടെ കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബെൻഡക്സ് യൂണിറ്റായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എയർ ഫിൽറ്ററും നല്ല ഫിൽറ്ററാണ്, നമുക്കത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ഇത് നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അത് സൈഡ് സ്റ്റാൻഡ് മാറ്റിക്കഴിഞ്ഞാൽ റെഡി ആവുള്ളൂ. തട്ടി കഴിഞ്ഞാൽ ഭയങ്കര പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് സൈഡ് സ്റ്റാൻഡിൻ്റെ കംപ്ലയിൻ്റ് ആണത്. അപ്പോൾ അതുകൂടി ഞാൻ എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളൊന്നും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലുള്ള കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഈ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഈ രണ്ട് ബുഷും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യണം. ലിങ്ക് ബുഷൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ബ്രേക്ക് ഷോയിലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ടയറും നമുക്ക് ഉപയോഗിക്കാനുണ്ട്, വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ്. നിലവിലിപ്പോൾ സെൽഫിന് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അതും ബാറ്ററിക്ക് വരെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. എൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 12.96 ആ റേഞ്ചിലായിട്ട് വോൾട്ട് വരുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും ഒരു 9.50 ആ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. നിലവിലിപ്പോൾ ബാറ്ററിക്ക് വലിയ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പ്ലഗിൻ്റെ ഭാഗമായാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാനായിട്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി റീസെറ്റ് ചെയ്തിട്ട് ഈ സൈലൻസറിൻ്റെ മേലത്തെ ഈ ഗാർഡാണ് മാറ്റാൻ വേണം. അപ്പോൾ അത് പൊട്ടിയിരിക്കണം. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ബാക്ക് വീലൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് വീലും കൂടി ഒക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിലെ ടയറായാലും നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അതിലിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറ്റണം, ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് മാറണം, പിന്നെ സൈലൻസറിൻ്റെ ഗാർഡ്. അപ്പോൾ അതിൽ സൈഡ് സ്റ്റാൻഡ് കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ നോക്കിയിട്ടൊന്ന്